നമസ്കാരം. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ കൊലപാതകത്തിന് ശേഷം ആദ്യമായി പ്രതികരിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ഖമേനിയുടെ കൊലപാതകത്തിന് പകരം വീട്ടുമെന്നാണ് പ്രസിഡന്റിന്റെ പ്രഖ്യാപനം. പ്രതികാരം തങ്ങളുടെ അവകാശവും ഉത്തരവാദിത്വമാണെന്നും പെസഷ്കിയാൻ പ്രസ്താവനയിൽ പറഞ്ഞു. ഇറാന്റെ പരമോന്നത രാഷ്ട്രീയ അധികാരിയും ലോകത്തെ ഷിയ വിഭാഗത്തിന്റെ പ്രമുഖ നേതാവുമാണ് ആയത്തുള്ള അലി ഖമേനി. അദ്ദേഹമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇത് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് ഷിയാകൾക്കെതിരെ തുറന്ന യുദ്ധ പ്രഖ്യാപനമായി കാണുന്നുവെന്ന് മസൂദ് പെസഷ്കിയാൻ പ്രസ്താവനയിൽ പറഞ്ഞു. ഇറാൻ എല്ലാ ശക്തിയോടെയും പ്രതികരിക്കുമെന്നും ആക്രമണത്തിന് പിന്നിലുള്ള കുറ്റവാളികൾ ഖേദിക്കേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. വിശിഷ്ട നേതാവിന്റെ വിശുദ്ധമായ രക്തം വെറുതെയാകില്ലെന്നും അത് ഇസ്ലാമിക ലോകത്തിന്റെയും ഷിയ ചരിത്രത്തിന്റെയും പുതിയൊരു അധ്യായം രചിക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. ആയത്തുള്ള അലി ഖമേനിയുടെ കൊലപാതകത്തെ തുടർന്ന് രാജ്യത്തിന്റെ താൽക്കാലിക പരമോന്നത ഭരണത്തലവനായി ആയത്തുള്ള അറാഫിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അറാഫിക്കൊപ്പം പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, ചീഫ് ജസ്റ്റിസ് ഗുലാം ഹുസൈൻ മൗസാനി എജയ് എന്നിവരും ഉൾപ്പെടുന്ന ഇടക്കാല കൗൺസിലായിരിക്കും പുതിയൊരു പിൻഗാമിയെ ഔദ്യോഗികമായി തിരഞ്ഞെടുക്കുന്നതുവരെ പരമോന്നത നേതാവിന്റെ ചുമതലകൾ വഹിക്കുക. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന് പുതിയ തലവനെയും ഇറാൻ നിയമിച്ചു. മുൻ ഇറാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന അഹമ്മദ് വാഹിദിയാണ് പുതിയ IRGC തലവനായി ചുമതലയേൽക്കുക. അതേസമയം IRGCയുടെ പ്ലാൻ ഏതൊക്കെയാണ് എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിക്ക് തയ്യാറെടുക്കുന്നുവെന്നാണ് IRGC മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതെന്താകുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് പിന്നാലെ പുതിയ ഭരണകൂടത്തെ ആഭ്യന്തര ബാഹ്യ ഭീഷണികളിൽ നിന്ന് സംരക്ഷിക്കാനാണ് IRGC രൂപീകരിച്ചത്. ഇറാന്റെ സാധാരണ സൈന്യത്തിന് സമാന്തരമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. സാധാരണ സൈന്യം പ്രതിരോധ മന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ IRGC നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാന്റെ പരമോന്നത നേതാവിനായിരുന്നു. സ്വന്തമായി കര, നാവിക, വ്യോമസേനകളും ഇന്റലിജൻസ് വിഭാഗവും ഇവർക്കുണ്ട്. കൂടാതെ ബാസിജ് എന്ന കരുത്തുറ്റ പാരാമിലിറ്ററി വിഭാഗവും ഇതിന്റെ ഭാഗമാണ്. US ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ IRGC കമാൻഡർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ബ്രിഗേഡിയർ ജനറൽ അഹമ്മദ് വാഹിദി പുതിയ മേധാവിയായി നിയമിതനായെന്നാണ് റിപ്പോർട്ട് വരുന്നത്. ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ പ്രത്യാക്രമണം നടത്തുമെന്നാണ് IRGC പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇസ്രായേലിനെയും മേഖലയിലെ US സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടുള്ള വൻ നീക്കങ്ങളാണ് ഇവർ ആസൂത്രണം ചെയ്യുന്നത്. IRGCയുടെ വിദേശകാര്യ വിഭാഗമായ ഖുദ്സ് ഫോഴ്സ് പശ്ചിമേഷ്യയിലെ ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകളെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇറാന്റെ ആധുനിക ബാലിസ്റ്റിക് മിസൈൽ ശേഖരത്തിന്റെ പൂർണ്ണ നിയന്ത്രണം IRGCക്കാണ്. ഡ്രോൺ സാങ്കേതിക വിദ്യയിലും ഇവർ ബഹുദൂരം മുന്നിലാണ്. സൈനിക മേഖലയ്ക്ക് പുറമെ ഇറാന്റെ സാമ്പത്തിക, ബിസിനസ് രംഗങ്ങളിലും ഇവർക്ക് വലിയ സ്വാധീനമുണ്ട്. രാജ്യത്തെ നിർമ്മാണം, ഊർജ്ജം തുടങ്ങിയ പ്രധാന മേഖലകളിൽ IRGC നിയന്ത്രിക്കുന്ന കമ്പനികളാണ് മുൻപന്തിയിലുള്ളത്. അതേസമയം ഞങ്ങളുടെ സഹോദരങ്ങളെ ആക്രമിക്കുന്നില്ല, അമേരിക്കൻ ലക്ഷ്യസ്ഥാനങ്ങളെയാണ് ആക്രമിക്കുന്നതെന്നാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി അൽ ജസീറയോട് പ്രതികരിച്ചത്. അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് സ്വയം പ്രതിരോധിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. അമേരിക്കൻ മണ്ണിലുള്ള ഒരു ലക്ഷ്യസ്ഥാനത്തെയും ആക്രമിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നത് വ്യക്തമാണ്. അതിനാൽ ഈ മേഖലയിലുള്ള അവരുടെ സൈനിക താവളങ്ങളെയും ഈ മേഖലയിലെ മറ്റു രാജ്യങ്ങളിൽ അവർ ഉപയോഗിക്കുന്ന സൗകര്യങ്ങളെയും ഇൻസ്റ്റാളേഷനുകളെയും ഞങ്ങൾക്ക് നേരിടേണ്ടി വരും. ഞങ്ങൾ അവരുടെ സൈനിക താവളങ്ങളെ ആക്രമിച്ചുകൊണ്ടാണ് തുടക്കമിട്ടിരിക്കുന്നത്. അവർ സൈനിക താവളങ്ങൾ ഒഴിപ്പിച്ച് ഹോട്ടലുകളിലേക്ക് മാറുകയും സ്വയം സംരക്ഷണത്തിനായി മനുഷ്യ കവചങ്ങൾ തീർക്കുകയും ചെയ്തിരിക്കുകയാണ്. അതിനാൽ സൈനിക ഉദ്യോഗസ്ഥരെയും ഇറാനെതിരെയുള്ള നീക്കത്തിൽ അമേരിക്കൻ സൈന്യത്തെ സഹായിക്കുന്ന സംവിധാനങ്ങളെ മാത്രമാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നതെന്നും അരാക്ചി പറയുന്നു. ഗൾഫിന്റെ മറുവശത്തുള്ള രാജ്യങ്ങളുമായി ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അവരുമായി സൗഹൃദപരവും നല്ല അയൽപക്ക ബന്ധവുമാണ് ഞങ്ങൾക്കുള്ളത്. അത് തുടരാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. യഥാർത്ഥത്തിൽ ഞങ്ങൾ ചെയ്യുന്നത് സ്വയം പ്രതിരോധമാണ്. ഞങ്ങൾക്ക് നേരെയുള്ള അമേരിക്കൻ കടന്നുകയറ്റത്തിനുള്ള തിരിച്ചടിയാണിത്. ഞങ്ങൾ ഗൾഫിലെ ഞങ്ങളുടെ സഹോദരങ്ങളെയോ അയൽക്കാരെയോ ആക്രമിക്കുന്നില്ല, മറിച്ച് ഞങ്ങൾക്ക് നേരെയുള്ള അമേരിക്കൻ കടന്നുകയറ്റത്തിനുള്ള തിരിച്ചടിയാണെന്നും അരാക്ചി മറുപടി നൽകുന്നു.